Hi guys, welcome back to Car Garage. Car Garage ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ നമ്മുടെ വണ്ടിയിലെ ഇൻവെർട്ടർ സെറ്റ് ചെയ്തു. ട്യൂബും ലാപ്ടോപ്പ് ചാർജിങ് ഒക്കെ ആയിട്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ഇതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വാ. അപ്പോൾ നമ്മളുടെ ഇൻവെർട്ടർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെറ്റിങ് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കി. എന്തായാലും ഫ്രണ്ട് ഭാഗത്ത് എവിടെ ഞാൻ സെറ്റിങ് ചെയ്യണില്ല. കാരണം ഇതൊരു 220 വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ്. ഫ്രണ്ടിൽ എവിടെയും സെറ്റിങ് ചെയ്യേണ്ടത് നമുക്ക് എപ്പോഴും ആവശ്യം വരില്ല. ലാപ്ടോപ്പ് അതേപോലെ തന്നെ ഫോൺ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി ആവശ്യം വരും. അപ്പോൾ വണ്ടി നിർത്തിയിട്ട സമയത്താണ് നമ്മൾ ഇത് യൂസ് ചെയ്യുള്ളൂ മാക്സിമം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബാക്കിൽ കുത്തി വെച്ചിട്ട് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ആ ഒരു സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സാധനം കേട്ടോ. എത്ര ഉള്ള സാധനം നിങ്ങൾ വീഡിയോയിൽ കണ്ട മാതിരി തന്നെ. അപ്പോൾ ഇത് നമ്മൾക്ക് ഞാൻ സെറ്റിങ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നോക്കി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഒരു 12 വോൾട്ട് നിങ്ങൾ വീഡിയോ കണ്ടിരിക്കും. അവിടെ ഒരു 12 വോൾട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അടുത്താകുമ്പോൾ തന്നെ ഭയങ്കര വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിന് അലൂമിനിയം കേസാണ് വരുന്നത്. വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ തന്നെ നമ്മുടെ ഈ ടൈപ്പ് 3M ടൈപ്പ് ഉണ്ടെങ്കിൽ നമ്മളിത് സുഖമായിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ ഇവിടെ ലാപ്ടോപ്പ് കുത്തി ചാർജിങ് അതിനെല്ലാം ചെയ്യാൻ പറ്റും. ഇവിടെ വെക്കണമെങ്കിൽ ഇവിടെ ഈ താഴ്ഭാഗത്തൊക്കെ വെക്കാനൊക്കെ ആയിട്ട് സാധിക്കും. വണ്ടി ഓടിക്കൊണ്ടിരുന്നാൽ പോലും നമ്മളിവിടെ ചാർജറിൽ കുത്തിയിടാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾക്ക് ഇവിടെ USB പോർട്ട് ഉണ്ട്. അപ്പോൾ വേറെ ഫോണൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ഇതിലും കുത്തി നമ്മൾക്ക് ഇവിടെ ഉള്ള പാസഞ്ചേഴ്സിനും ഇത് യൂസ് ചെയ്യാനും പറ്റും. പാസഞ്ചേഴ്സിന് വേണമെങ്കിൽ ലാപ്ടോപ്പ് കുത്തി ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ലാപ്ടോപ്പിൻ്റെ വയറിന് നീളമുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റർ സീറ്റിലേക്ക് ഇരുന്ന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനത് ഇവിടെ ഫുൾ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 3Mൻ്റെ ടേപ്പ് ബാക്കിൽ ഫുൾ ഒട്ടിക്കാൻ കേട്ടോ. ഇതിൽ 3M ടേപ്പ് ആയതുകൊണ്ടും 3Mൻ്റെ ഒറിജിനൽ ഇതായതുകൊണ്ടും സാധനം എന്തായിട്ട് ഇരുന്നോളും. പിന്നെ കേസായിട്ടാണ് വരുന്നത്. ഞാൻ ഇത് ബുക്കിംഗ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അലുമിനിയം ആയിരിക്കില്ല, സാധാ സ്റ്റീലിൻ്റെ ഒരു കേസ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. വെയ്റ്റ്ലെസ്സുമാണ്. നമുക്ക് ആദ്യം കൂടെ സ്പിരിറ്റ് അടിച്ചൊന്ന് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ പിടിക്കില്ല. പക്ഷേ ഇവിടെ അമ്മ വലിയ സെൻറ്ററായിട്ട് വരും. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. 100 വാട്ട് 12 വോൾട്ടിൻ്റെ ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 220 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് ഇതേപോലെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാം. അതേപോലെ അത്യാവശ്യത്തിന് കാര്യങ്ങൾക്ക് മാത്രം ട്യൂബ് ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിക്കാനായിട്ട് സാധിക്കും. 100 വാട്ട് വരെയുള്ള ബൾബും കാര്യങ്ങളെല്ലാം കത്തിക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് മെയിൻ യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ട്രാവലിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്ന പോയിട്ടുണ്ടെങ്കിൽ അത് ചാർജിങ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെയാണ് അസംബ്ലിങ് ചെയ്തത്. നിങ്ങൾ സെറ്റിംഗ് കണ്ടിരിക്കും. ഇതിന് ഓൺ ഓഫ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി ബാക്കിലേക്ക് ഒരു കണക്ഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെറ്റിങ്സ് കണ്ടിരിക്കും. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്തു. അതേപോലെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തപ്പോൾ പ്ലഗിലാണ് ഈ ട്യൂബ് കൊടുത്തിരിക്കുന്നത്. ട്യൂബ് കുത്ത ഓൺ ചെയ്യുക. വർക്കിംഗ് ആണ്. അതേപോലെ നമ്മളുടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചാർജിങ് കാര്യങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ പറമ്പിലേക്ക് ഇരുന്നിട്ട് ചെയ്യാനായിട്ട് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജിങ് കാര്യങ്ങളൊക്കെ ആവും. വണ്ടി ഇത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു തോന്നുന്നു. പിന്നെ നമ്മൾ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പോയിന്റ് ഇവിടെ സെറ്റിംഗ് ചെയ്തിട്ടില്ലേ, ഈ ഒരു പോയിന്റ് സെറ്റ് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് വയർ എടുത്തിട്ടാണ് ഞാൻ പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഫ്യൂസും കാര്യങ്ങളൊക്കെ 5 പോയിന്റിൻ്റെ ഫ്യൂസ് ആയിരിക്കും നമുക്ക് ഫ്യൂസ് ബോക്സിൽ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഫ്യൂസ് ചേഞ്ച് ചെയ്തിട്ട് 5ൻ്റെ അല്ലെങ്കിൽ 15ൻ്റെ എങ്കിലും നമ്മൾ ഇടേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ട്യൂബ് അല്ല, നമുക്ക് പുറത്ത് വയ്ക്കാം. ഇതാണ് ഞാൻ നമ്മളിവിടെ വെച്ചു. ഉണ്ടോ നമുക്കിപ്പോൾ അതുള്ള വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിലും നമ്മൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിലും പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ചാർജിങ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നമുക്ക് ഇതേപോലുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ചാർജിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോ. ഇതിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. എല്ലാവർക്കും ബൈ.